അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജൻ കുഞ്ഞപ്പി അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും ഞാനും ഗുജറാത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സഹപ്രവർത്തകരായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രിയ ദേവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും കർത്താവിൻ്റെ ദാസന് നമ്മോടൊപ്പം പങ്കുവയ്ക്കാനുണ്ട്. ആകയാൽ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജൻ കുഞ്ഞപ്പി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് രാജൻ കുഞ്ഞപ്പി. ഞാൻ ഗുജറാത്തിൽ ബറൂച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾ അവർ പുറത്ത് ജോലി ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രദേശത്ത് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, അമ്മ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എൻ്റെ പിതാവ് 80-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അങ്ങനെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്നു. വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ കടന്നു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ മാതാവാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ഒരു തല്ലിപ്പൊളിയായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തന്നെ അറിയാം എൻ്റെ അകത്ത് ഏതോ ഒരു ശക്തി ആവരിക്കുന്നുണ്ടെന്ന്. വഴക്കും മറ്റ് ബഹളമായിട്ടൊക്കെ മറ്റുള്ളവരെ തല്ലുക, അടിക്കുക, ഉപദ്രവിക്കുക, കല്ലെടുത്തെറിയുക, ഇതൊക്കെ എൻ്റെ ഒരു പ്രത്യേക രീതിയായിരുന്നു. അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് അടുക്കത്തില്ലായിരുന്നു. അങ്ങനെ എന്നെ ഒരു പേടി സ്വപ്നമായിട്ടായിരുന്നു എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ കണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് പഠന സമയത്ത് ഞാൻ സ്പോർട്സിൽ വളരെ താല്പര്യമുള്ളവനായിരുന്നു. ഞാൻ സ്പോർട്സിൽ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലിലൊക്കെ കടന്നുപോയി. തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഈ പഠിക്കുന്ന വേളയിൽ തന്നെ ഞാൻ സാർമാരോട് എതിർക്കുകയും ഏതാണ്ട് 3 ടീച്ചർമാരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വളരെ ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് സാർമാർക്ക് പോലും എന്നെ ഭയമായിരുന്നു. അങ്ങനെ ഞാൻ സ്പോർട്സിൽ വളരെ താല്പര്യമുള്ളവനായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് ജി വി രാജ സ്പോർട്സ് സ്കൂളിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഓടാനായിട്ട് പോകും. അങ്ങനെ ഓടാൻ പോകുന്ന ആ സമയത്ത് ഞാൻ ഈ മലകളിലാണ് ഓടാൻ പോകുന്നത്, കാലിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പിറവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പുനലൂരിനടുത്ത് പിറവന്തൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ പിറവന്തൂർ അവിടെ ഒരു കുരിയിലോട്ട് മല എന്ന് പറയുന്നൊരു മലയുണ്ട്. ആ മലയിൽ ഞാൻ വൈകിട്ട് ഓടാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. കാരണം മലയിൽ ഞാൻ അകപ്പെട്ടു പോയി. വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടെ അകപ്പെട്ടു പോയി. ഏതാണ്ട് രാത്രി 2 മണിയായി. 2 മണിയായിട്ടും എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ ഇങ്ങനെ ഈ പുല്ലാഞ്ഞിയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന സ്ഥലം. എങ്ങോട്ട് പോയാലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ മലയിൽ കൂവുന്ന പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് അതൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു പേടി പോലെ തോന്നി. അവസാനം ഞാൻ അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു. ആ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥനയോടൊന്നും താല്പര്യമുള്ള വ്യക്തിയല്ല. പെന്തക്കോസ്തുകാരെ ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ അടുത്ത് പാസ്റ്റർമാർ പ്രസംഗിക്കാൻ വരുമ്പോൾ തൊട്ടടുത്ത മരത്തെ കയറി നിന്ന് അവർ പറയുന്നതൊക്കെ ഏറ്റു പറയുമായിരുന്നു.
അവരെ ആരാധന നിർത്തിവെച്ചിട്ടുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ദൈവദാസന്മാരോട് സ്നേഹമുണ്ട്. അവർ പട്ടിണി കിടക്കുന്നതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറമ്പിൽ നിന്നും കപ്പയും തേങ്ങായും ഒക്കെ അടത്തി കൊണ്ടുവന്ന് ആ പാസ്റ്റർമാർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ പാസ്റ്റർ എന്നോട് പറയുമായിരുന്നു, നീ ഒരു ദൈവവേലക്കാരനായി മാറുമെന്ന്. അപ്പോൾ ഞാൻ ആ ദൈവദാസനെ ചീത്ത വിളിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ പറയും, കൊച്ചമ്മ എന്തിനാ ഇത്രയും സാധനം കൊടുത്തു വിട്ടേ, ഇതൊക്കെ ഒത്തിരി ദിവസം കഴിക്കാനുള്ള സാധനം എന്തിനാ കൊടുത്തു വിട്ടേ എന്ന് ചോദിക്കും. അമ്മ തന്നു വിട്ടതൊന്നുമല്ല, ഞാനിങ്ങനെ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അത് ഞാൻ കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ ദേവദാസന്മാരോടും പാവപ്പെട്ടവരോടൊക്കെ എനിക്ക് ഒത്തിരി മനസ്സിലുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. കഷ്ടപ്പെടുന്നതെന്ന് കാണുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. എന്നാൽ ആരെതിർത്താലും ഞാൻ അവരെ എതിർക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, രാത്രിയിൽ 2 മണിയായി മലയിൽ ഇങ്ങനെ പാറയിൽ ഇരിക്കുക. ഞാൻ അവിടെ മുട്ടുകുത്തി ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക. അതിനു മുമ്പ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പ്രാർത്ഥന രീതികളൊന്നുമില്ല. അമ്മ പ്രാർത്ഥിക്കും, വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുമ്പോഴും ഒന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. എൻ്റെ മൂത്ത സഹോദരി ആണ് ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലൊക്കെ വരുന്നത്. ഞാൻ അവളെ ഒത്തിരി എതിർക്കുകയും ഒത്തിരി വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, മൂത്ത അളിയനെയും പെങ്ങളെ. അങ്ങനെ ആ മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ നീ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ, എനിക്ക് ജീവൻ തരികയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം എന്നൊരു തീരുമാനമെടുത്തു. രാത്രി 2 മണിക്ക് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരോ എൻ്റെ കയ്യെ പിടിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്നെ അങ്ങനെ നടത്തിക്കൊണ്ടുപോയി അത് ഞാൻ റോഡിൽ ചെന്ന് പുനലൂർ പത്തനാപുരം റോഡിൽ ഞാൻ ചെന്ന് കയറുകയാണ്. എങ്ങനെ അവിടെ വന്നെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ റോഡിൽ കൂടെ നടന്ന് പുറത്തു ചെന്ന് വീട്ടിൽ ചെന്ന് കയറുവാനിടയായി തോന്നി. പെട്ടെന്ന് എനിക്ക് പനിയൊക്കെ പിടിച്ചു. അങ്ങനെ ആണ് എൻ്റെ ആദ്യത്തെ ആ ദൈവത്തോടുള്ള ആ അനുഭവം, ദൈവം എന്നെ കണ്ടു എന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം എനിക്ക് സ്പോർട്സ് കോളേജിലേക്ക് അഡ്മിഷൻ വന്നു. എന്നാൽ ഫാദർ പറഞ്ഞു, കോളേജിലൊന്നും പോകണ്ട, എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചു പോവും, 10ാം ക്ലാസ് പാസ്സായില്ലേ. അങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ചു. ഞാൻ ആദ്യമായിട്ട് മദ്രാസിലേക്ക് വന്നു. ചെറിയ ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്തു. അവിടെ നിന്ന് നാഗ്പൂരിലേക്ക് പോയി. നാഗ്പൂരിൽ നിന്നും മധ്യപ്രദേശ് കോർബയിൽ വെച്ച് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് സ്പോർട്സിൽ അവിടെയുള്ള കമ്പനികളിലൊക്കെ ഓടാൻ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ ബാൽക്കോയിൽ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ബാൽക്കോയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം യൗവനക്കാർ കടന്നു വന്ന് യേശു കർത്താവിനെ കുറിച്ച് എന്നോട് പറയാനിടയായി. ഞാൻ പറഞ്ഞത്, എന്നോട് പറയണ്ട, അറിയാൻ വയ്യാത്തവരോട് ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞവരെ ആട്ടി പുറത്താക്കാനിടയായി. എന്നാൽ ചില ദിവസങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ വന്നു, ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥ. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇല്ല, ഞാൻ അവരുടെ കൂടെ പോയി പ്രേയറിന് വയ്ക്കോളാമെന്ന് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വെച്ച് ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. 1980 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അതിനുശേഷം ജൂൺ മാസം 7-ാം തീയതി കോർബായിൽ എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ അവിടെ കോർബായി NCDCയിലെ ഈ കൽക്കരി എടുക്കുന്ന ഒരു കുളമുണ്ട്, വെള്ളമുള്ള തല, അതിനകത്താണ് ഞാൻ എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. കലക്ക വെള്ളത്തിൽ മുക്കുന്നതിനെതിരായി ഒത്തിരി ഞാൻ വഴക്കുണ്ടാക്കിയ വ്യക്തിയാണ്. എന്നാൽ എന്നെ അവിടെ മുക്കി പൊക്കിയപ്പോൾ എൻ്റെ ദേഹമെല്ലാം കരി പിടിച്ചിരിക്കുകയായിരുന്നു. കരിവെള്ളത്തിൽ കൊണ്ടുവന്ന് ദൈവം എന്നെ മുക്കി പൊക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ശേഷമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊരു താല്പര്യമുണ്ടായി. ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഉച്ച സമയത്ത് ഞാൻ കൺട്രോൾ റൂമിൽ ഇങ്ങനെ കിടക്കുന്ന ആ സമയത്ത് ഞാനൊരു ദർശനം കണ്ടു.
യേശു കർത്താവ് വന്ന് എന്നെ വിളിക്കുക, എന്നോട് പറയുക ആര് എനിക്ക് വേണ്ടി ആമേ പ്രവർത്തിക്കാൻ പോകും. ഒത്തിരി മലകളും കുന്നുകളും ഒക്കെ എന്നെ കാണിച്ചു. ഞാൻ ആമേ അതേ അവിടെ ചെന്ന് മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ അത് ഞാൻ കാണുന്നത് ആമേ എൻ്റെ തലയിലേക്ക് കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആമി ഒരു ടോർച്ചും ഒരു വടിയും എൻ്റെ കയ്യിലോട്ട് തരിക. എന്നിട്ട് ഒരു ആമി തീയുടെ അടുക്കിട്ട് കൊണ്ട് ചെന്നിട്ട് ആ തീക്കകത്ത് ഒരുപാട് പേര് വെന്ത് മരിക്കുന്നു എന്നോട് പറഞ്ഞു, ആ തീക്കകത്തുനിന്ന് അവരെ വലിച്ചെടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു നദിയുടെ അടുക്കൽ കൊണ്ടുപോയി നദിയിൽ അനേകർ ഇങ്ങനെ മുങ്ങുന്നു, അവരെ വലിച്ച് കരയിലിടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ ടോർച്ചും വടിയും തന്നിട്ട് അതേ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ കൂട്ടം ജനം വടിയും കോലും കമ്പും കല്ലുമായിട്ട് വരുന്നു എൻ്റെ നേരെ. ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കൂടെ ആരെയും കണ്ടില്ല. മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ ജോലി വിടുന്ന സമയത്ത് എനിക്ക് കോൾമൈൻസിലാണ് ജോലി കിട്ടിയത്. അതേ കോൾമൈൻസിൽ നമ്മുടെ വിശ്വാസികളൊക്കെ അവിടെ ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കോൾമൈൻസ് ജോലി കിട്ടി. ഏതാണ്ട് ഒരാഴ്ച ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ അവരുടെ നേതാക്കന്മാർ, അവരുടെ യൂണിയൻ ആൾക്കാരൊക്കെ അവർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല, ITS സർട്ടിഫിക്കറ്റും ഇല്ല, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ ആ കാരണത്താൽ അവർ വലിയ ബഹളം ഉണ്ടാക്കി എന്നെ അവിടുന്ന് പറഞ്ഞു വിടുവാനിടയായിത്തീർന്നു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ജോലി വിട്ട് 7 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കിരുന്നു. അങ്ങനെ 7 ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, 7ാമത്തെ ദിവസം 7 ദിവസത്തിനകത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും ദേവദാസന്മാർ വരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ മധ്യപ്രദേശത്ത് നിന്ന് പാസ്റ്റർ PJ എബ്രഹാം, കർമേൽ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ ഒരു ലീഡറാണ്, ഒരു നല്ല ലീഡറാണ്. എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ലീഡർ, അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു നല്ല ലീഡറാണ്. അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെന്ന് ബസ്തർ ഡിസ്ട്രിക്റ്റിൽ MP ബസ്തർ ഡിസ്ട്രിക്റ്റിലാണ്, ജഗദൽപൂർ എന്ന സ്ഥലത്ത്. അവിടെ എനിക്ക് 81 മുതൽ 84 വരെ പഠിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിച്ചു. അവിടെ പഠിക്കുകയും അതോടൊപ്പം പ്രവർത്തിക്കാനിടയായി തീർന്നു. ബസ്തറിലെ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ. ആ ദേവദാസൻ്റെ കൂടെ എന്നെ ദൈവം കാണിച്ചതുപോലെ മലകളും കുന്നുകളും കയറിയിറങ്ങി, വേണ്ടതുപോലെ വസ്ത്രം പോലും കൊടുക്കാത്ത ജനങ്ങളുടെ ഇടയിൽ അവിടെ കയറിയിറങ്ങി പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ഡോർ ബൈ ഡോർ ഒരുപാട് ഭവനങ്ങൾ കയറി ഗോസ്പൽസ് കൊടുക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എനിക്കേറിയ ഒരു ദിവസം തന്നെ 10,000 രൂപയുടെ ഗോസ്പൽസ് കൊടുത്ത ദിവസങ്ങളുണ്ട്. അങ്ങനെ ഗോസ്പൽസ് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. പോലീസ് ക്യാമ്പുകളിൽ സുവിശേഷം പറഞ്ഞു. പല പോലീസുകാരെ കർത്താവിലേക്ക് കടന്നു വന്നു. അനേക കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ ദൈവഭാഗത്തേക്ക് നടത്തുവാനും അങ്ങനെ വലിയ പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുവാനിടയായി തീർന്നു. അവിടുത്തെ ജീവിത രീതികൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ജീവിതമാണ്. അന്നൊക്കെ അവിടെ പെന്തക്കോസ്ത് സഭകളൊക്കെ വളരെ ചുരുക്കമാണ്. അന്ന് PJ എബ്രഹാം പാസ്റ്റർ ഞങ്ങൾ ഒരിടത്ത് കടന്നു ചെന്ന് അവിടെ ചെല്ലുമ്പോൾ അവർ ആഹാരം തരുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ തോന്നുക. അത്രയ്ക്ക് വൃത്തിയില്ലാത്ത ആഹാരം. അവരെ കൈ നോക്കിയപ്പോൾ ആ കൈയെല്ലാം ചൊറി പിടിച്ചിരിക്കുക. ആ ചൊറി പിടിച്ചിരിക്കുന്ന കൈ കൊണ്ടാണ് അവർ ചോറ് വാരി പാത്രത്തിൽ ഇട്ട് തരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഇട്ടിരുന്ന വെറ്റിക്കോട്ട്, ആ പാവാട, അതിലോട്ട് കൈ കൊണ്ട് തൂക്കുക. ഏതാണ്ട് കഴുകാത്ത വൃത്തിയില്ലാത്ത അതിലോട്ട് അവർ തൂത്തിട്ടാണ് അടുത്ത കറി എടുത്ത് വാരിയിടുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ സുശേഷ വേല നിർത്തി അങ്ങ് പോയാൽ കൊള്ളാമെന്ന് തോന്നി. അത്രയ്ക്ക് എനിക്ക് പ്രയാസമായിട്ട് തോന്നി. ഞാൻ ആ പാസ്റ്റർ എൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചൊക്കെ പുള്ളി ഇങ്ങനെ വാരി തിന്നുകയാണ്. അദ്ദേഹം ചെയ്യുന്നത് കണ്ട് എനിക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. ഞാനും ഇരുന്ന് അല്പം തിന്ന്. പക്ഷെ പുറത്തിറങ്ങി
ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ബസ്തർ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമായിട്ടാണ് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ പോയി. എനിക്ക് സഹായിപ്പാൻ ആരുമില്ല. അവിടെ മറ്റേ ഫീസ് കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ അവിടെ ഞാൻ പിള്ളേരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജോലിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ പഠിക്കാനിടയായി തീർന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്രേസ് ബൈബിൾ കോളേജിൽ അനേക കുട്ടികൾക്ക് ഈ ഓപ്പൺ ബൈബിള്, മാസ്റ്റർ സ്റ്റഡി ബൈബിൾ, ഇങ്ങനെയുള്ള ബൈബിൾസൊക്കെ ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു IBL സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവർ വളരെ വില കുറച്ച് അവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ സാമ്പത്തികമായ വിഷയത്തിലും സത്യത്തിൽ എൻ്റെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളിൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ എനിക്ക് സഹായിപ്പാനായിട്ട് കഴിഞ്ഞു. ആ പഠിത്തം കഴിഞ്ഞതിന് ശേഷമായിട്ട് എനിക്ക് കർത്താവിൻ്റെ വേലയിൽ അതെ ഞാൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ അതെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. ഞാൻ UP, MP ഒക്കെ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരുന്നു. UPയിലൊക്കെ ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് ഒരു ടീമുമായിട്ടാണ് ഞാൻ UPയിലേക്ക് കടന്നു പോകുന്നത്. UPയിൽ ഇങ്ങനെ ഞങ്ങൾ 9 പേര് കടന്നു ചെന്നു. ബനാറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ബനാറസ്, മിർജാപൂർ ഡിസ്ട്രിക്റ്റ്, രേണുക്കോട്ടെ, രേണുസാറ്, സുൽത്താൻപൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഗോസ്പൽസ് നേരത്തെ തന്നെ അവിടെ അയച്ചു. ആയിരക്കണക്കിന് ഗോസ്പൽസുകൾ അവിടേക്ക് അയച്ച് ഞങ്ങൾ 9 പേര് ടീമായിട്ട് അവിടെ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ബനാറസിൽ അവിടെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, ഇപ്പോഴും മല്ലപ്പള്ളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഗോസ്പൽസൊക്കെ അയച്ചത്. അവിടെ വെച്ചാണ് എന്നെ ഒരു കൂട്ടം ജനങ്ങൾ അവിടുത്തെ ആൾക്കാരെ പിടിച്ച് ഒരു മുറിക്കകത്തേക്ക് ഇടാനിടയായി തീർന്നു. എൻ്റെ ടീമിലെ ലീഡർ ഞാനാ. ഞങ്ങളൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് വന്ന് കൂടണമെന്ന്. എന്നാൽ എന്നെ കാണാതെ അവരൊത്തിരി വിഷമിച്ചു. മണിക്കൂറുകൾ അവർ ഒരു മുറിയിൽ എന്നെ പിടിച്ച് അത് പൂട്ടിയിടുവാനിടയായി തീർന്നു. അത് 3-5 പേരുണ്ട്. അവരെന്നോട് പറഞ്ഞത്, നിങ്ങളെ ഗംഗാദേവിക്ക് ബലി അർപ്പിക്കാനാ, നിങ്ങളെ ഇനിയും പുറംലോകം കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോറ് തുറന്ന് എന്നെ കാണിച്ചു. സത്യത്തിലെ ഡോറ് തുറന്ന് പുറത്തോട്ട് നോക്കിയാൽ ആ ഗംഗായുടെ തീരമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ഹൃദയത്തെ വരികയും പെട്ടെന്ന് ആത്മാവിൽ ഞാൻ അവരോട് പൗഷവാണി പറയാൻ തുടങ്ങി. അന്യഭാഷയില്ല പൗഷവാണി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്നോട് പരമാത്മാവാ പറയുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഉടനെ അവർ എന്നെ അവിടെ നിന്ന് പുറത്ത് വിടാനിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഗോസ്പലുമായിട്ട് പോയി പ്രവർത്തിക്കാനിടയായി തീർന്നു. ജീവിതത്തിൽ വളരെയധികം ഗോസ്പൽസ് കൊടുത്ത ഏരിയയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. ഡോർ ബൈ ഡോർ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഗോസ്പൽസ് കൊടുക്കുവാൻ ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ 1989 എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് ചെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദാലും അത് റൊട്ടിയും കഴിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം എന്ന് പറഞ്ഞു. അത് അവൾ പറഞ്ഞു, ഓക്കെ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം നടന്നു. അതിനുശേഷം ഞങ്ങൾ പ്രവർത്തനത്തിനായിട്ട് UPയുടെ പ്രദേശങ്ങളിൽ കടന്നുപോയി. അവിടെയൊക്കെ അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ ഇടയായി തീർന്നു. ഗോസ്പൽസ് കൊടുക്കുക, ജനങ്ങളോട് സുവിശേഷം പറയുക, അതെനിക്കൊരു വലിയ താല്പര്യമായി മാറി. ഒരു അല്പം പോലും സമയം വേസ്റ്റ് ചെയ്യാതെ ഞാൻ ഓടി നടന്ന് കർത്താവിനെ കുറിച്ച് പറയുവാൻ തക്കോണം ദൈവം ഇടയാക്കി. കാരണം ഞാൻ ഈ സ്പോർട്സിലൊക്കെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് എനിക്ക് സുവിശേഷ വേലയിൽ വന്നപ്പോഴും എപ്പോഴും വർക്ക് ചെയ്യാൻ ഒത്തിരി താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡൽഹിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഹരിയാനയിലെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ബൈബിൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ ഗുജറാത്തിലേക്ക് കടന്നു വരാനായി. അങ്ങനെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
മോഡാസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു. മോഡാസ എന്ന് പറയുന്ന സ്ഥലം കാണിപ്പാനിടയായി തീർന്നു. അങ്ങനെ ദർശനം കണ്ടാണ് ഞാൻ അവിടെ പോയത്. ഒരു വിശ്വാസികൾ പോലും ഇല്ലാത്ത ആ സ്ഥലത്തേക്ക് എന്നെ ദൈവം അയച്ചു. അവിടെ ചെന്ന് ഒരു ടയർ കടക്കാരൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയും അവരുമായിട്ട് ദൈവവചനം പറയുകയും അങ്ങനെ മോഡാസായിൽ പ്രവർത്തിച്ചുകൊണ്ട് മോഡാസ, വൈഡ്, ഇമ്മത്നർ ഈ സ്ഥലങ്ങളിലൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ദൈവം സഹായിച്ചു. അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാനും ദൈവം ഇടയാക്കി. അവിടെ വൈഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു സുവിശേഷ വിരോധി വന്ന് എന്നെ ഉപദ്രവിക്കുകയും എൻ്റെ ഗോസ്പേഴ്സൊക്കെ അത് അവര് വലിച്ചു കീറാനൊക്കെ ഇടയായി തീർന്നു. പിന്നെയും ഞാൻ അവിടെ നിന്നു. എന്നെ ഉപദ്രവിച്ച വ്യക്തിയോട് ഞാൻ സ്നേഹമായിട്ട് സഹകരിച്ച് സംസാരിച്ച് അദ്ദേഹത്തോട് സുവിശേഷം പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു. അതിനുശേഷമായിട്ടാണ് ഞാൻ ഇവിടെ കടന്നു വരുന്നത്, ഗുജറാത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഈ ഗുജറാത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നേപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. നേപ്പാളിൽ അവിടെ ഇപ്പോൾ 3 വേറെ സ്ഥലമുണ്ട്. അവിടെ കടന്നുപോയി പ്രവർത്തിപ്പാനിടയായി തീർന്നു. വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു അവിടെ. വർഷത്തെ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ അവിടെ കടന്നു പോവുകയും ഇപ്പോൾ 3 ദൈവദാസന്മാർ 3 അവിടെ ഉണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ അവിടെ ആ സ്ഥലത്ത് ഹെൽപ്പ് ചെയ്തത് എൻ്റെ അനിയനായിരുന്നു. അദ്ദേഹം അവരുടെ ചർച്ച് ബേസിക്കല് അവിടെ വർഷങ്ങളായിട്ട് ആ സഭകളെ ഹെൽപ്പ് ചെയ്യാനിടയായി തീർന്നു. എന്നാൽ അവിടെ ഒരുപാട് ജയിലിൽ നിന്ന് കടന്നു വന്ന വ്യക്തികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. അത് കുഞ്ഞുങ്ങളെ പഠിത്ത സമയങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. മോനെ പഠിപ്പിക്കാനായിട്ട് നിവൃത്തിയില്ലാതെ അവനെ അഡ്മിഷൻ എടുക്കണം. എങ്ങനെ അഡ്മിഷൻ എടുക്കുമെന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടിങ്ങനെ ഇരുന്നു. കാരണം 2000 രൂപ വേണം അഡ്മിഷൻ ഫീസ്. എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയാ കൊച്ചിന് അഡ്മിഷൻ എടുക്കുന്നത്, അവനെ എങ്ങനെ പഠിപ്പിക്കും എന്നൊക്കെ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഡേറ്റായി. അവന് അഡ്മിഷൻ്റെ സമയം തീരാറായി. ആ സമയത്ത് ഒരു ചേച്ചി അത് ഒരു കത്തോലിക്ക സിസ്റ്ററാണ്. അവർ പെട്ടെന്ന് കടന്നു വന്ന് രാവിലെ, ഞാൻ എഴുന്നേറ്റില്ലായിരുന്നു, അങ്ങനെ കിടക്കുക. അപ്പം മിസ്സസ് പറഞ്ഞു, അതുകൊണ്ട് ആ ചേച്ചി കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് വീട്ടിലേക്ക് കടന്നു വരികയും അവർ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല, ദേവദാസന്റെ മുഖം എൻ്റെ മുമ്പിൽ കാണുകയാ, എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ ഒരു ഇച്ചിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാൻ വന്നയാന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് രാവിലെ വന്നു. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് 2000 രൂപ വേണം, അതിൽ 1 രൂപ പോലും കുറഞ്ഞാൽ അത് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അവരിറങ്ങിയ പുറകെ തന്നെ അത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 2000 രൂപ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ആണ് മോനെ അവിടെ അഡ്മിഷൻ എടുക്കാനിടയായി തീർന്നു. മോനെ സംബന്ധിച്ചോളം പറയുമ്പോൾ അവൻ്റെ ജന്മസമയത്ത് ജനിച്ച് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അവന് ഈ ശ്വാസം മുട്ടലുണ്ടായി. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി മേപ്പോട്ട് കയറി പോകുന്ന അനുഭവം ഞങ്ങൾ കണ്ട്. രാത്രിയിൽ ആരുമില്ല, 2 മണി സമയത്ത് വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയം. ആ സമയത്ത് ഞങ്ങൾ 2 പേരും പറഞ്ഞു, അമ്മേ നമുക്ക് മുട്ടയിരുന്ന് പ്രാർത്ഥിക്കാം, കുഞ്ഞു പോവാണെന്ന് തോന്നുന്നു. കണ്ണിലെ കൃഷ്ണമണി മേപ്പോട്ട് കയറി പോകുന്ന ഞങ്ങൾ കണ്ട് ഞങ്ങൾ മുട്ട് മടക്കി 2 പേരും ആത്മാവിൽ ഒരേ സമയം ആരാധിച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ മോൻ കിടന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ അവനെ ദൈവം വിടുവിച്ചെടുത്ത അന്ന് മുതൽ ഞാൻ എപ്പോഴും അവനോട് പറയും, നീ കർത്താവിന് വേണ്ടിയുള്ളവനാ, നീ നിന്നെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ദൈവം നിന്നെ കണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ അവനോട് പറയും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും കുഞ്ഞുങ്ങൾ അനുഭവിക്കാറുണ്ടായിരുന്നു, അവരെ പഠിപ്പിക്കണം. മോൻ്റെ ഫീസ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. ആ സമയത്താണ് അവൻ്റെ ലാസ്റ്റ് ഡേറ്റായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിസ്റ്റർ കടന്നു വരികയും രാവിലെ 7 മണിക്കാണ് കയറി വരുന്നത്. ആ സമയത്ത് ഞാൻ കതവ് തുറന്ന് നോക്കിയപ്പോൾ സിസ്റ്റർ വന്നു. എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് കഴിഞ്ഞ രാത്രി ഉറക്കം വന്നില്ല, ദേവദാസനെ എൻ്റെ മുൻപിൽ ഇങ്ങനെ കാണുകയായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ചെറിയ സഹായം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കവർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചിന്തിച്ചു, എനിക്ക് 2000 രൂപ വേണം.
അതിലൊരു പൈസ പോലും കുറയാൻ പാടില്ല. അങ്ങനെ 2000 രൂപ കിട്ടിയില്ലെങ്കിൽ മോൻ്റെ ഫീസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ 2000 രൂപ ഉണ്ടായിരുന്നു. കൂടുതലുമില്ല, കുറവുമില്ല. പെട്ടെന്ന് അങ്ങനെയാണ് മോൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്. അതിനുശേഷമായിട്ടാണ് മോന് ആമെ മുന്നോട്ട് പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒരുപാട് പ്രശ്നങ്ങൾ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആമീൻ. സുഖമില്ലാതൊക്കെ ഉള്ള അവസ്ഥ വന്നു. ശ്വാസം മുട്ടലൊക്കെ കടന്നു വന്നിട്ട് മോൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയോ എന്ന് പോലും ചിന്തിച്ച അനുഭവമുണ്ട്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മുഴങ്കാലിൽ നിന്ന് രാത്രി യാമങ്ങളിൽ നിന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മോൻ കളിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം പൂർണ്ണമായ വിടുതൽ അവന് കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് എപ്പോഴും ഞങ്ങൾ പറയും. ആമേൻ. ഞങ്ങൾ കഴിഞ്ഞ നാളിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ കൂടെ ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറയും. അപ്പം കുഞ്ഞുങ്ങൾ പറയും, ഇത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞാ ഞാൻ പറയും, ഞങ്ങൾ മരിക്കും വരെയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഞങ്ങൾ പറയാനിടയായി തീർന്നു. അങ്ങനെ മോൻ അവർക്ക് ഫീസ് കൊടുക്കേണ്ട സമയം വരുമ്പോഴൊക്കെ, പഠിപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പറയും, മോൻ പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, എന്നെ ഇറക്കി നിർത്തിയിരിക്കുക, 2 ദിവസമായി ഫീസ് കൊടുക്കാഞ്ഞിട്ട് ഇറക്കി നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞു. BSc നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കാം, നീ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം വഴി തുറന്നു. പലപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഞാനത് കൊടുക്കത്തില്ല. കാരണം എൻ്റെ ഈ പൈസ ഇല്ല, നീ പ്രാർത്ഥിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞ് 2 കുഞ്ഞുങ്ങളോടും അങ്ങനെ പറഞ്ഞാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ഫീസില്ല എന്ന് വരുമ്പോൾ അവരൊന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2 പേരും അങ്ങനെ പ്രാർത്ഥിച്ച് ആമേൻ. കിട്ടുന്നുണ്ടെ പറയും, നീ പ്രാർത്ഥിച്ചില്ലേ, ദൈവം വഴി ഒരുക്കി എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് അങ്ങനെയാണ് അവര് മുന്നോട്ട് നീങ്ങിയത്. ദൈവത്തിൻ്റെ കൃപയാൽ 2 കുഞ്ഞുങ്ങളും ആത്മീയമായ കാര്യങ്ങളിൽ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ഒരു പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അവരെ പഠിത്ത കാര്യത്തിൽ അവർ തന്നെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ഞാൻ കൂടുതലും ഇന്ത്യക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. ഇന്ത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് ഒത്തിരി എനിക്കിഷ്ടം. ഞാനിവിടെ ഇവിടെ ഒരു ഭവനം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ദിവസത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, വാടകയ്ക്ക് താമസിക്കുന്നിടത്തുനിന്നൊക്കെ പലപ്പോഴും ഇറക്കി വിടാറുണ്ട്. പല സ്ഥലങ്ങളിൽ വെച്ചും ഞങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ വന്ന് ശബ്ദമുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുന്നിലുള്ള ഒരു ഭവനം അത് ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി അവർ പാത്രത്തെ അടിച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പാത്രം അടിച്ച വ്യക്തിയുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീഴുകയും ദേഹമെല്ലാം പൊള്ളുവാനിടയായി തീർന്നു. പിന്നെ അതിനുശേഷം വേറൊരിടത്ത് ഞങ്ങളിങ്ങനെ താമസിച്ചു. ഇവിടെ ഗുജറാത്തിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരെയൊക്കെ വിളിച്ചു വരുത്തി. അവർ വന്ന് ഞങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും ഞങ്ങൾ ദൈവവചനം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ നിർത്തിയില്ല, ദൈവവചനം സംസാരിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയൊന്നും അവർക്ക് ഞങ്ങളെ പറഞ്ഞു വിടാൻ പറ്റാതെ വന്നപ്പോൾ അവർ ഞങ്ങളെ ചുറ്റോട് ചുറ്റും കെട്ടിവെച്ചിരുന്നതായ ആ വേലിക്ക് രാത്രി 2 മണിക്ക് തീയിട്ടു. രാത്രി നോക്കിയപ്പോൾ 2 മണിയായപ്പോൾ തീ ഇങ്ങനെ ആളി കത്തുകയാണ്. ഞങ്ങളുടെ ബെഡ്റൂമിന് അടുക്ക വരെയും ആ തീ വന്നെന്നുള്ള. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് മിസ്റ്ററിനോട് പറഞ്ഞിട്ട്, തീയാ. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വെള്ളം എടുത്ത് അവിടെ ഒഴിച്ച് കെടുത്തി. വീട്ടിനകത്തേക്ക് തീ കയറാൻ ഇടയായില്ല. അങ്ങനെയൊക്കെ പല പ്രാവശ്യം. കാരണം ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ പൈശാചിക ശക്തികളൊക്കെ പിടിച്ചവരാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് പൈശാചിക ശക്തികൾ കടന്നു വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതൊക്കെ വിട്ടുപോയി അവർ സൗഖ്യത്തോടെ കടന്നു പോകുന്നത് കാണാൻ ദൈവം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് കർത്താവ്, ഞങ്ങൾക്കൊരു വീട് വേണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ബറൂച്ചിൽ അല്പം സ്ഥലം വാങ്ങിക്കുവാനിടയായി. നാട്ടിലുണ്ടായിരുന്ന അല്പം സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് ഇവിടെ അല്പം സ്ഥലം വാങ്ങിക്കുവാനായിട്ട് എനിക്ക് ഇടയായി. അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾ ഫൗണ്ടേഷൻ പണിത് ഇവിടെ ഇട്ടു. മുന്നോട്ട് പഠിക്കാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ലോണ് തരണം,
എനിക്കൊരു വീട് പണിയാനാണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് പാതിരിമാർക്കാർക്കും ലോണ് കിട്ടത്തില്ല, നിങ്ങൾ എങ്ങനെയാ ഇത് തിരിച്ചടയ്ക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൂടെ പോയി ആ ബറോഡ ബാങ്ക് മാനേജറെ കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാനേജർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ മോക്കൊരു അഡ്മിഷൻ വേണം ഇവിടെ ക്യൂണോ ബെഞ്ചിൽസിൽ, അവിടെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരാമെങ്കിൽ ഞാൻ എങ്ങനെങ്കിലും എൻ്റെ ഓൺ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ക്യൂണോ ബെഞ്ചിൽസ് പോയി സംസാരിച്ചു. ആ സിസ്റ്റർ പറഞ്ഞു ഇല്ല തരത്തില്ല, അവിടെ അഡ്മിഷൻ ക്ലോസ് ആയി. ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് വെക്കാൻ, സിസ്റ്റർ മനസ്സ് വെച്ചാൽ എനിക്കൊരു വീട് വെക്കാൻ പറ്റും, അത് ബാങ്ക് മാനേജർ ലോൺ തരുമെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ അവർക്ക് ഒരു കൊച്ചിൻ്റെ അഡ്മിഷൻ കൊടുക്കുവാൻ ഇടയായി. എനിക്ക് ലോണ് തരാനിടയായി. ലോണ് തന്നിട്ട് പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ലോൺ തന്നേന്ന് ചോദിച്ചു. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവം ഒരുക്കി തന്നെയാന്ന് പറഞ്ഞു. എനിക്ക് ലോണ് തന്നതിൻ്റെ പിറ്റേ ആഴ്ച പുള്ളിക്ക് UP-യിലേക്ക് ട്രാൻസ്ഫറായി, പുള്ളി പോവുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ലോണ് തരാൻ വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നയാ എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ 12 വർഷം ലോൺ അടച്ച് അങ്ങനെ ദൈവം ഒരു ഭവനം തരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇവിടെ നിന്നുകൊണ്ട് നിന്ന് പ്രവർത്തിപ്പാനിടയായി. എന്നാൽ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നു. 2020 ഭയങ്കരമായ ആ കൊറോണയുടെ സമയം എൻ്റെ ഭാര്യയ്ക്ക് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഒക്കെ 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ക്യാൻസർ ആദ്യമേ യൂട്രസും മറ്റുമൊക്കെ എടുത്തു മാറ്റി. അതിനുശേഷമായിട്ടാണ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നത്. അപ്പോൾ ഭയങ്കര കൊറോണയുടെ സമയം, മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അഹമ്മദാബാദിൽ പോകണം വരണം. അവിടെ പോയി ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ട് സംസാരിച്ചു, ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനമൊക്കെ എടുത്തു. അത് വരുവാനിടയായി തീർന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 8 കീമോ ചെയ്തു. 8 കീമോ ചെയ്ത് കഴിഞ്ഞ് 28 റേഡിയേഷൻ ചെയ്യണമായിരുന്നു. ആ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് അവൾ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് റേഡിയേഷൻ ചെയ്യാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയുവാനിടയായി തീർന്നു. അങ്ങനെ അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ റേഡിയേഷൻ ചെയ്യാനിടയാക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു വെളിച്ചം ആ ബ്രസ്റ്റിലേക്ക് കടന്നു വരികയും അവൾ പറഞ്ഞു ഇല്ല, എനിക്കങ്ങനെ റേഡിയേഷൻ ചെയ്യേണ്ടി വരത്തില്ല. ഒരു വലിയ മിന്നൽ പോലൊരു വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞാൻ കണ്ടു, എനിക്ക് പൂർണ്ണമായ വിടുതൽ കിട്ടിയെന്നൊക്കെ പറയാനിടയായി തീർന്നു. അതിനുശേഷം റേഡിയേഷൻ സമയമായി. ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. അന്ന് പുതിയൊരു ഡോക്ടറാണ് വന്നിരിക്കുന്നത്. ആ ഡോക്ടറെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഓപ്പറേഷനൊക്കെ ചെയ്തെല്ലാം എടുത്ത് പേപ്പറുകളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു റേഡിയേഷൻസ് വേണ്ട എന്ന് പറഞ്ഞു. അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. അത് മാത്രമല്ല കൊറോണയുടെ സമയത്ത് അങ്ങനെ പോകാനും വരാനൊക്കെ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ജേർണി കൊണ്ട് കാറിൽ പോയാൽ പോലും. എന്നാൽ ദൈവം അതിനൊക്കെയും വഴികളെ ഒരുക്കി, സാഹചര്യങ്ങളെ ഒരുക്കി. കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങളിലും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം സഹായിച്ചു. അവരുടെ ഫീസുകളൊക്കെ അത് കൊടുത്തു തീർക്കാനും ഇങ്ങനൊരു ഭവനം പണിയാനൊക്കെ ദൈവം സഹായിച്ചു. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയുവാൻ അത് ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് ഞാൻ ഇവിടുന്ന് പല ഗാവുകളിലും പോയി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3 വില്ലേജുകളിൽ പോകുന്നുണ്ട്. എനിക്ക് ഈ വില്ലേജിലൊക്കെ പോകുന്ന ഒത്തിരി ഇഷ്ടമാണ്. അവിടെയൊക്കെ പോയി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടത്തേക്ക് അവർ ചേർന്ന റൊട്ടിയും ആഹാരവും എണ്ണയൊക്കെ സത്യത്തിൽ അത് ഒത്തിരി ദോഷം ചെയ്യുന്നതാണ്. എന്നാൽ കഴിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ കൊളസ്ട്രോള് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയി ഒരു ദിവസം നെഞ്ചിനൊരു വേദന പോലെ വന്ന് ഞാൻ പോയി ചെക്കപ്പ് ചെയ്യാനായിട്ട് കടന്നുപോയി. ഞാൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഞാൻ തന്നെ പോയി. അവിടെ ചെന്ന് അവർ ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഏതാണ്ട് 95-90 ബ്ലോക്ക് മെയിൻ ഇതിലാണ്. നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ആരുമില്ല, മോള് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ആഴ്ചയോടെ വെയിറ്റ് ചെയ്തു. പിന്നെയും ഞാൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ചെന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാനവിടെ അവനെ ഓപ്പറേഷന് വിധേയപ്പെട്ടു. അങ്ങനെ ഓപ്പറേഷൻ സെന്റ് ഇട്ട് 2 സെന്റ് ഇടുവാനിടയായി തീർന്നു. അതിൻ്റെ ബ്ലാസ്റ്റ് ചെയ്തു. അതിനുശേഷമൊക്കെ ഇച്ചിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അനുഭവപ്പെട്ടുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു, വില്ലേജിലൊക്കെ സ്കൂട്ടി ഒന്നും ഓടിച്ചുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ ഞാൻ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു മാസം സ്കൂട്ടർ ഒന്നും ഓടിക്കണ്ടെന്നാ. ഞാൻ 10 ദിവസമൊക്കെ കഷ്ടിച്ച് പിടിച്ചു നിന്നു. 10ാമത്തെ ദിവസം സ്കൂട്ടി എടുത്ത് പതുക്കെ ഞാനങ്ങ് ഇറങ്ങാൻ തുടങ്ങി. ഇരിക്കുന്നു ഇപ്പോഴും വില്ലേജുകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ പോയി പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം തന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവർ വെളിയിലാണ്. അവർ ദുബായിലാണ്. ജുഡ്സന് ജോലിയുടെ വിഷയത്തെ സംബന്ധിച്ചോളം പറയുമ്പോൾ അവിടെ ചെന്ന് അവൻ 2-3 മാസം നിൽക്കേണ്ടി വന്നു. ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു ഇൻ്റർവ്യൂ വന്നു. കാരണം ദൈവത്തിന് അവനോടുള്ള ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവ് ഒരു നല്ല ജോലി അവന് ദുബായിൽ കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങളും അതുപോലെ തന്നെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ വാങ്ങിച്ചതാണ്. കർത്താവിൻ്റെ വേലയിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് മറ്റൊന്നും ആഗ്രഹമില്ല. കർത്താവിൻ്റെ വേല ഞങ്ങളും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ചെയ്യണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അതിന് ശേഷമായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് ഞാൻ കൂടുതലും ഹൈന്ദവരുടെ ഇടയിലാണ് കർത്താവിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം വ്യക്തികൾ വിടുവിക്കപ്പെട്ട് കാണുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ദൂരെയായിട്ട് അങ്കിലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ ഒരു പ്രവർത്തനമുണ്ട്. അവിടെ വളരെ ഒരു ദൈവാസനമുണ്ട്. അതുകൂടാതെ വേറൊരു സ്ഥലത്ത് ഞാൻ പോയി പ്രവർത്തിക്കുന്നുണ്ട്. 10-25 പേര് അവിടെ കൂടുന്നുണ്ട്. UP-ക്കാരും ബീഹാരിയും അതുപോലെ മഹാരാഷ്ട്രക്കാരൊക്കെ വളരെ ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടെ അവർ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബെയിൽ നിന്നും ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ദേവദാസനും ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്പെഷ്യൽ മീറ്റിംഗ് അവിടെ വെച്ചു. മീറ്റിംഗ് വെച്ച് പാട്ടൊക്കെ പാടി അങ്ങോട്ട് എഴുന്നേറ്റ് അദ്ദേഹം സംസാരിക്കാൻ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ഒരു 10-25 RSS ആൾക്കാരും ഈ ഹിന്ദു വിശ്വ പരിഷത്തും എല്ലാം കൂടെ കയറി വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാനിടയാണ്. അവർ കയറി വരികയും അടിക്കുകയാണ്. അവരൊന്നും പറയുന്നില്ല, അങ്ങ് തല്ലാണ്. നിന്നവരെല്ലാം തല്ലി. എനിക്ക് നെഞ്ചിനിട്ട് ആണ് ഇടിച്ചത്. അപ്പം ഞാൻ സെൻറ്റിട്ടേക്കുന്നതുകൊണ്ട് ഒത്തിരി പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ കട്ടിലിലോട്ട് വീണ് ഒരു അരമണിക്കൂറോളം പെട്ടെന്ന് എനിക്കൊരു ശ്വാസത്തിന് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ നേരിട്ടു. എന്നാൽ അത് അത്രയും സമയം കൊണ്ട് അവർ കയറി വരുമ്പോൾ പെട്ടെന്ന് ഞാൻ മൊബൈലിനകത്ത് നിന്ന് നമ്മുടെ ഇവിടുത്തെ യൂണിയൻ ചർച്ചിലെ ഒരു ദേവദാസനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ അടി നടക്കുന്നു, ഇന്ന സ്ഥലത്താണ് പ്രശ്നം നടക്കുന്നു ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പോലീസിനെ അറിയിച്ചു, ദേശത്തെല്ലാം അറിയിച്ചു, ദൈവദാസന്മാരെ അറിയിച്ചു, എല്ലാ സ്ഥലങ്ങളിലേക്കും അറിയിക്കാനിടയായി തീർന്നു. ഫിലിപ്പ് ജോൺ പാസ്റ്ററെ അടിച്ചു. നല്ല അടിയായിരുന്നു. പുള്ളിയുടെ തലയ്ക്കാണ് അടിച്ചത്, ചെവിക്കലിനടിച്ചു. വളരെ ഉപദ്രവം ഞങ്ങൾ നേരിടേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അവർ അടിക്കുവാനിടയായി തീർന്നു. അതിനുശേഷവും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് പോലീസൊക്കെ ഇറങ്ങി വന്നു. പോലീസ് വന്ന് ഞങ്ങളെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ഉള്ളതായ ആ സഹോദരിമാരോടൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ വന്ന് ഇവർ ഇങ്ങോട്ട് കയറി വന്നയാണോ, ഇവരിവിടെ വന്നേ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞങ്ങൾ വിളിച്ചു വന്നയാ, ഞങ്ങൾ നിർബന്ധിച്ച് വിളിച്ചു വന്നയാ, ഞങ്ങൾ ഇന്ന രോഗത്താലായിരുന്നു, ഞങ്ങൾക്ക് വിടുതൽ കിട്ടി, അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച് അവരെ വിളിച്ചു കൊണ്ടുവന്നയാന്നൊക്കെ പറഞ്ഞു. ഒരു വീട് പോലും ഞങ്ങൾക്കെതിരായിട്ട് പോലീസിനോടോ വന്ന ലീഡേഴ്സിനോടോ ഒന്നും പറഞ്ഞില്ല. അവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. തല്ല് കൊണ്ടിട്ടും 2-3 അടിയൊക്കെ
തലയ്ക്കൊക്കെ അടി കൊണ്ടിട്ട് പോലും അവർ മറുത്ത് ഞങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിലെ ഞങ്ങൾ മീറ്റിംഗ് നടത്തിയ വീട്ടിലെ അയാളെയും പിന്നെ ഫിലിപ്പ് ജോൺ പാസ്റ്ററേയും എന്നെയും ഞങ്ങൾ 3 പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആദ്യം ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പം തന്നെ ഞാൻ ഈ ഫോൺ ചെയ്തുകൊണ്ട് പോയ ചർച്ചകളിൽ നിന്നൊക്കെ ഒരുപാട് എല്ലാ ചർച്ചകളിലും വിവരം അറിയിച്ച് എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പടാപടാ വരാനിടയായി. പെട്ടെന്ന് വന്നു. അവർ വരുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങളെ വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ മാറ്റി. അകത്തെ റൂമിനകത്തിട്ട്. എന്നാൽ അവിടെ കൊണ്ടുപോയി 2 പോലീസ് ഞങ്ങൾക്ക് കാവലായിട്ടിരിക്കുന്നു. ആ ദേവദാസന്മാരോട് ഞങ്ങൾ 2 ദേവദാസന്മാരോട് കൂടി ആ പോലീസുമാരോട് സുവിശേഷം പറയാനിടയായി തീർന്നു. അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മതപരിവർത്തനം ഒന്നുമല്ല ചെയ്യുന്നത്, ഞങ്ങൾ മൻപരിവർത്തനമാണ് ചെയ്യുന്നത്. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കേൾക്കുക, ഇഷ്ടം കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ ഒരു പോലീസുകാരന് ഒത്തിരി താല്പര്യമായിട്ട് ഇരുന്ന് കേൾക്കാനിടയായി തീർന്നു. ഞങ്ങളെ അവിടെ കൊണ്ടിരുത്തി. പോലീസുകാരൊന്നും ഞങ്ങളെ ഉപദ്രവിച്ചൊന്നുമില്ല. ഒരു SI വന്ന് പറഞ്ഞു, എന്തോ ചെയ്യാൻ ഈ ലീഡേഴ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങളെ പുറത്ത് വിടാനൊന്നും ഒക്കത്തില്ല, അവര് നിങ്ങൾക്ക് എതിരായിട്ട് കേസെടുക്കണം, നിങ്ങളെ പുറത്ത് വിടരുതെന്നാണ് പറയുന്നത്, അവര് മേളിൽ നിന്നൊക്കെയുള്ള ഓർഡർ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അനേക സ്ഥലങ്ങളിൽ നിന്നും ദൈവമക്കള് ഉടൻ തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ വൈകുന്നേരം വരെയും ഞങ്ങളെ അവിടെ താടിയിരുത്തിയിരുന്നു. വൈകിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ SI വന്ന് പറഞ്ഞു, നിങ്ങളെ വിടാം, അല്പം കൂടെ കഴിഞ്ഞ് വിടാം, നിങ്ങൾ വിഷമിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ കേസ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം പിറ്റേന്ന് ശനിയാഴ്ചയാ, ഞായറാഴ്ച ശനി ഞായറും വർക്കിംഗ് ഡേ അല്ല. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറ്റിയ പിന്നെ പുറത്തു വിടത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. വളരെ പ്രയാസപ്പെട്ടു. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു 7 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളെ പുറത്തു വിടുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നു. അങ്ങനെ പുറത്തു വന്ന്, പക്ഷേ ഞങ്ങളോട് 50,000 രൂപ അവർ തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു 50,000 രൂപ തരാനൊന്നുമില്ല. പറഞ്ഞു 25,000 രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ 25,000 രൂപ അവർക്ക് കൊടുത്ത് 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളെ പുറത്തിറക്കി. എന്നാൽ ഞങ്ങൾ കർത്താവേ, ഈ പൈസ നിന്റെ പൈസയാ, ഇത് നഷ്ടമാകാൻ പാടില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറയട്ടെ, ആ കൊടുത്ത പൈസ ആ കവറോട് എങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ തിരിച്ചു തന്നു. നിങ്ങളുടെ പൈസ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു തരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒത്തിരി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനയും, അതുപോലെ തന്നെ ആ സമയത്തൊക്കെ സഹോദരങ്ങളൊക്കെ കവണ് വീണ് കിടന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു. സ്വന്തം അനുഭവത്തിൽ എന്തെങ്കിലും വിഷയം വരുമ്പോഴാണല്ലോ കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. എൻ്റെ മൂത്ത പെങ്ങൾ പറഞ്ഞത്, മറ്റുള്ളവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് ഈ വിഷയം വന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തറയിൽ തന്നെ കവണ് വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അതേ, തീർച്ചയായിട്ടും അനേകരുടെ പ്രാർത്ഥന ആണ് ഇന്ന് ഈ നിലയിൽ ഇത്രത്തോളം അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാൻ തക്കനിടയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് അതെ തീമോഥെയോസിനോട് പറയുമായിരുന്നു, അതെ തീമോഥെയോസെ, കഷ്ടം സഹിക്കുക, നിർമ്മതനായിരിക്കുക, നിന്റെ വേല നിറപടിയായി നീ ചെയ്യുക. അത് ഞാൻ എപ്പോഴും ഓർക്കും. തീമോഥെയോസിനോട് പറഞ്ഞ കാര്യം, പൗലോസ് പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ പത്രോസ് ജയിലിൽ കിടന്ന് ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അനുഭവം കാരണം കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ സഭയുടെ പ്രാർത്ഥന തന്നെ പുറത്തു കൊണ്ടുവന്നു. അതുപോലെ ഇന്ന് വരെ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് വരെ ഞങ്ങളെ നിർത്തി. ഞാൻ പറയട്ടെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. അത്രത്തോളം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ എന്നെ കൊണ്ടുപോയി സിനി എന്ന് പറഞ്ഞ
ഒരു സഹോദരി അനിലും സിനി കുവൈറ്റിൽ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. ആമേൻ. ആദ്യമായിട്ട് സത്യത്തിൽ വളരെ ആമേൻ ഞങ്ങളെ ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. അവിടെയും ഒരുപാട് വിടുതലുകൾ എൻ്റെ ജീവിതത്തിൽ കാണുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ സൗദിയിലും പാനിടയായി തീർന്നു. അവിടെ എന്നെ എനിക്ക് ധാരാളം അത് അഭിഷേകം പ്രാപിക്കാത്ത വ്യക്തികൾ അഭിഷേകം പ്രാപിപ്പാനും ഒക്കെ സൗദിയിലെ ദൈവം ഇടയാക്കി. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ധാരാളം സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രായാധിക്യത്തിലായി. ഇപ്പോൾ എനിക്ക് 64 വയസ്സായി. അവക്കും നല്ല സുഖമൊന്നുമില്ല. എന്നാൽ ഈ വേല ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സഭയെ ഏൽപ്പിച്ച് മുന്നോട്ട് ഞങ്ങൾ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നു. അത് ഈ വേല ഏറ്റെടുക്കുവാനായിട്ട്, അതുപോലെ കർത്താവിന് വേല ഞങ്ങൾ ചെയ്തതിനേക്കാൾ അപ്പുറമായി ചെയ്യുന്ന ഏതെങ്കിലും നല്ല ദൈവദാസന്മാരും സഭയും അത് ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഈ വേല കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവഹിതമായാൽ ഒരു 2 വർഷത്തിനകത്ത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നാട്ടിലൊരു ഭവനം പണിയണം, അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതമായാൽ ഭവനം പണിത് നാട്ടിലേക്ക് കടന്നു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതാണ് ഞങ്ങൾ സാക്ഷി. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഈ വേദിയിൽ പാസ്റ്റർ ഡാനിയൽ ജോൺ ഒരിക്കലും മറക്കാൻ കഴിയില്ല. തന്നെ പലപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ സാക്ഷി ഒന്ന് പറ. അങ്ങനെ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ദേവദാസന് വളരെ നന്ദി അറിയിക്കുന്നു. ആരോമ ടിവിയോടുള്ള നന്ദിയും ഞാൻ ഈ ധർണത്തിൽ അറിയിക്കുന്നു. എനിക്ക് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ പാസ്റ്റർ രാജൻ കുഞ്ഞപ്പച്ചായൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇതിനു മുൻപ് പല സന്ദർഭങ്ങളിൽ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ അല്പാൽപമായി കേൾക്കുവാൻ തക്കവണ്ണം എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അച്ഛൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തി പല സന്ദർഭങ്ങളിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം ആമേനെ ക്രമീകരിക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സ് തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് വീണ്ടും അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ചെറുപ്പത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, മറ്റുള്ളവർക്കൊരു ഭയമായിരുന്ന ഒരു ജീവിതം നയിച്ച ഒരു കാലഘട്ടം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു തലവേദനയായി കഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഭാരമായിരുന്നു എങ്കിൽ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പ്രത്യേക പിടി വീണ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവം കഴുകി ശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ചില വഴികളിലൂടെ ഒരുക്കിയെടുക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരെയും സ്നാനവും പെന്തക്കോസ്തിൻ്റെ ഉപദേശങ്ങൾക്കും വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലും ദൈവദാസന്മാരോടുള്ള കരുണയും മനസ്സലിവിനെയും കുറിച്ച് എടുത്തു പറഞ്ഞു. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആരെങ്കിലും ദൈവദാസന്മാരെ വിശന്നിരിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അപ്പോൾ തന്നെ മറുവശത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. സുവിശേഷ പ്രവർത്തനത്തിനും അതുപോലെ ജലസ്നാനത്തിനും എതിരായിട്ട് പ്രവർത്തിച്ചു എങ്കിൽ, കലക്കവെള്ളത്തിൽ ആണ് സ്നാനം എന്ന് ആക്ഷേപിച്ചെങ്കിൽ പിന്നത്തേതിൽ കോർബായിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മധ്യപ്രദേശിൽ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കരിവെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തിയ ഒരു അനുഭവം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത ആ സ്നാനത്തിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു.
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആമേൻ, ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ ഏത് വിഷയത്തെ, ഏത് കാര്യത്തെ ദൈവത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായിട്ട് നമ്മൾ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ദൈവം തമ്പുരാൻ അതേ പാതയിലൂടെ, ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതേ പാതയിലൂടെ ദൈവം നമ്മെ പ്രോസസ്സുകളിലൂടെ കൊണ്ടുവന്ന് കർത്താവിന് വേണ്ടി പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ, അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ഇടയാക്കി തീർക്കും എന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ വാക്കുകളിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുന്നല്ലോ. ഗ്രാമങ്ങളിൽ ആമേനെ സാധാരണ ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് ദൈവം അയച്ച് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഉപയോഗിച്ചല്ലോ. ആമേൻ. ഒരുപാട് കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ വിരോധികളുടെ ദേഹ ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ പല പ്രാവശ്യം ഏറ്റുവാങ്ങി ആമേനെ ശാരീരികമായി പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ വിഷയങ്ങളെ ഒന്നും തന്നെ ആമേനെ മുഖവിലയ്ക്ക് എടുക്കാതെ ആമേനെ അവഗണിച്ചുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആ വിളിയും തിരഞ്ഞെടുപ്പും നിവർത്തിക്കുവാൻ ആ പാതയിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന് ഈ സമയം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. കുഞ്ഞിപ്പിച്ചാൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സമയം ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കേൾക്കുന്ന വചനം അനേകരുടെ ഹൃദയത്തിൽ ഈ സാക്ഷ്യം മുഖാന്തരമായി അനേകരുടെ ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണമേ. ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും കഷ്ടതയിലും ഒക്കെ ആയിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വിടിവിപ്പാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ, ഈ നല്ല മാർഗം തിരഞ്ഞെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കണമേ, സഹായിക്കണമേ. ആമേൻ. എന്നെ പോലെ വേദന അനുഭവിക്കുന്ന അനേകരെ കർത്താവെ വിടിവിച്ചെടുക്കണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജൻ കുഞ്ഞപ്പിച്ചായൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം കണ്ടെത്തിയതിന് പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com